ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻറ്റർ PSC ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാറ്റം വന്ന പേരുകളെക്കുറിച്ചാണ്. നമുക്കറിയാം PSC പരീക്ഷകളിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഏത്? പേരുകളും മാറ്റങ്ങളും. അപ്പോൾ നമ്മളിങ്ങനെ കറണ്ട് അഫെയർ പഠിക്കുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറ്റി, അല്ലെങ്കിൽ വിമാനത്താവളത്തിൻ്റെ പേര് മാറ്റി, ജില്ലകളുടെ പേര് മാറ്റി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പം ഇന്ന് ഞാൻ ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്യാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ 2025 നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഈ ഒരു പേരുമാറ്റം എന്ന് പറയുന്നത്. അപ്പം ഇടയ്ക്കെങ്കിലും നമുക്ക് ഒരു മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇത് എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു കാര്യം പഠിക്കുന്നത്. ഓക്കെ, ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ 2025 നടന്ന 10th പ്രിലിംസിൻ്റെ 4th സ്റ്റേജിലെ ചോദ്യമാണ് ഈ ഒരു പേരുമാറ്റം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നേന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഓൾറെഡി പഠിച്ച കുറേ കാര്യങ്ങളുണ്ടാവും, അതൊക്കെ നമുക്ക് റിഫ്രഷ് ചെയ്യാം. അതേപോലെ തന്നെ കുറച്ച് പുതിയ കാര്യങ്ങൾ, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, ഇത് കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്ന വില്യം ഫോർട്ട്. വില്യം ഫോർട്ടിൻ്റെ പേര് എന്തായിട്ടാണ് മാറ്റിയതെന്ന് ചോദിച്ചാൽ വിജയ് ദുർഗ് എന്നാണ് മാറ്റിയത്. അപ്പോൾ ഇത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ഒന്ന് നോക്കിക്കേ, വി വെച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. വില്യം ഫോർട്ട് എന്തായിട്ട് പേര് മാറി? വിജയ് ദുർഗായിട്ട് മാറി. അപ്പോൾ ഈ വില്യം ഫോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കരസേനയുടെ കിഴക്കൻ മേഖലയുടെ ആസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? വില്യം ഫോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വില്യം ഫോർട്ട് എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്യം മൂന്നാമൻ രാജാവിൻ്റെ സ്മരണാർത്ഥമാണ് നമ്മൾ എന്ത് ചെയ്തത്? വില്യം ഫോർട്ട് എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാലോചിക്കേ, ഇത് കരസേനയുടെ കിഴക്കൻ മേഖലയുടെ ആസ്ഥാനമാണ് നമ്മൾ പറഞ്ഞല്ലേ. നമ്മളൊരു സേനയെ യുദ്ധത്തിന് ഇറക്കുമ്പോൾ എന്താണ്? നമ്മുടെ വിജയം പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ ഇറക്കുന്നത്. അപ്പം കരസേനയുടെ മേഖല ആസ്ഥാനം എന്തെന്നറിയപ്പെടുന്നു? വിജയ് ദുർഗ് എന്ന് അറിയപ്പെടുന്നു. ഒന്നെങ്കിൽ നമുക്ക് ഈ പേര് വെച്ച് കണക്ട് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ ലെറ്റേഴ്സ് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്ന കുറച്ച് ക്ലൂസോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്തിടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം വില്യം ഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിഴക്കൻ കരസേനയുടെ കിഴക്കൻ മേഖലയുടെ ആസ്ഥാനമാണ്. ഇതിൻ്റെ പേര് വിജയ് ദുർഗ് എന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നോക്കി, രാഷ്ട്രപതി ഭവനിലുള്ള ഗാർഡനാണ് ഏത്? മുഗൾ ഗാർഡൻ എന്ന് പറയുന്നത്. നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ അറിയാം മുഗൾ എംപേഴ്സിൻ്റെ കാലത്ത് അല്ലേ, ആ ഒരു ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എന്ത്? മുഗൾ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് എന്തായിട്ടാണ് മാറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഗാർഡൻ അല്ലേ, ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൂന്തോട്ടം അല്ലെ, ഉദ്യാനം എന്നൊക്കെയാണ് അല്ലേ. എന്തായിട്ടാണ് മാറിയത്? അമൃത് ഉദ്യാനായിട്ടാണ് മാറിയത്. അപ്പം മുഗൾ ഗാർഡൻ്റെ പേര് എന്തായിട്ടാണ് മാറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമൃത് ഉദ്യാനായിട്ടാണ് മാറിയത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം. ഓൾറെഡി രാഷ്ട്രപതി ഭവനിലെ ഒരു പേരുമാറ്റത്തെക്കുറിച്ച് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ നോക്കിക്കേ, രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ അറിയപ്പെടുന്ന പേരാണ് അമൃത് ഉദ്യാൻ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നോക്കിയേ, ഡൽഹിയിലെ രാജ്പഥ് ഓൾറെഡി നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചൊരു കാര്യമാണ്. രാജ്പഥിൻ്റെ പേര് എന്തെന്നാണ് മാറ്റിയത്? കർത്തവ്യപഥ് എന്ന് മാറ്റി. എന്തിൻ്റെ പേര്? രാജ്പഥിൻ്റെ പേര്. അപ്പോൾ രാജ്പഥിൻ്റെ പേര് നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ പരേഡൊക്കെ നടക്കുന്ന എവിടെയാണ്? രാജ്പഥിലാണ്. അതിൻ്റെ പേര് മാറ്റിയത് എന്തായിട്ടാണ്? കർത്തവ്യപഥ് എന്നാണ് രാജ്പഥിൻ്റെ പേര് മാറ്റിയത്. അപ്പോൾ നോക്കി, വില്യം ഫോർട്ട് ആണെന്നുണ്ടെങ്കിൽ വിജയ് ദുർഗ് എന്ന പേര് മാറ്റി. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ്റെ പേരെന്താണ്? അമൃത് ഉദ്യാൻ എന്ന് മാറ്റി. ഡൽഹിയിലെ രാജ്പഥ് എന്ന് പറയുന്നത് കർത്തവ്യപഥ് എന്ന് പേര് മാറ്റി. ഇനി നോക്കിക്കേ, നമ്മൾ ചോദ്യം ചോദിച്ച ആ ഒരു മേഖലയിലേക്ക് വരാം. അപ്പോൾ രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാൾ ഏത് പേരിലാണ് ഇനി മുതൽ അറിയപ്പെടുന്നത് ചോദിച്ചാൽ ഏതാണ്? അശോക മണ്ഡപം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പേരുമാറ്റം ഓൾമോസ്റ്റ് ഒരു സമയത്തായിരുന്നു. നമ്മൾ പഠിക്കുന്നത് ഏകദേശം ഒരേ സമയത്തായിരിക്കും. അതുകൊണ്ട് തന്നെ നോക്കിക്കേ, ഇതിൻ്റെ ഓപ്ഷനകത്തും എന്തുണ്ട്? അശോക മണ്ഡപം എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്നവരെ തമ്മിൽ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? അശോക മണ്ഡപം എന്ന പേരിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, ഈ അശോക ഹാൾ നമുക്ക് എളുപ്പം പിക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് പേരിന് വലിയ മാറ്റമൊന്നുമില്ല. ഹാളെന്നുള്ളത് മണ്ഡപം എന്ന് മാറിയിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ദർബാർ ഹാളിൻ്റെ പേരെങ്ങനെയാണ് മാറിയത്? ഗണതന്ത്ര മണ്ഡപം എന്നാണ് മാറിയത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്താണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതിൻ്റെ പേരെന്താണ്? ഗണതന്ത്ര മണ്ഡപം എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഈ ദർബാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ സദസ്സ് കൂടുന്ന ഒരു സ്പേസ് ആണല്ലേ. അപ്പോൾ രാഷ്ട്രപതി തന്ത്രങ്ങളൊക്കെ മെനയുന്നത് ദർബാറിലിരുന്നാണ് എന്ന് നമുക്ക് കണക്ട് ചെയ്തിടാം. അപ്പോൾ രാഷ്ട്രപതി എന്താണ്? തന്ത്രങ്ങളൊക്കെ മെനയുന്നത് ദർബാറിലിരുന്നാണ്. എന്ത്? രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാൾ എങ്ങനെയെന്നറിയപ്പെടുന്നു? ഗണതന്ത്ര മണ്ഡപം എന്ന്
അറിയപ്പെടുന്നു? രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളാണെങ്കിൽ എങ്ങനെ അറിയപ്പെടുന്നു? അശോക മണ്ഡപം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോകാതെ പഠിക്കുക. ഓപ്ഷനിൽ ഇതുപോലെ കൺഫ്യൂസിങ് ആയിട്ട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കിയേ, അടുത്തത് ന്യൂഡൽഹിയിലെ ഒരു ചൗക്കിനെ കുറിച്ച്, ഒരു വില്ലേജ്, ഒരു ഗ്രാമത്തെക്കുറിച്ചാണ്. ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചൗക്കാണ് സരായ് കലേ ഖാൻ ചൗക്ക് എന്ന് പറയുന്നത്. സരായ് കലേ ഖാൻ ചൗക്ക് എന്ന ന്യൂഡൽഹിയിലെ ചൗക്കിൻ്റെ പേര് എന്തെന്ന് മാറ്റി? ഭഗവാൻ ബിർസ മുണ്ട ചൗക്ക് എന്ന് മാറ്റി. അപ്പോൾ ഭഗവാൻ ബിർസ മുണ്ട, ഈ പേര് നമുക്കറിയാം അല്ലേ? ബിർസ മുണ്ട കലാപം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേതാവായിരുന്നു ആര്? ബിർസ മുണ്ട എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ 150-ാം ജന്മദിനത്തോടനുബന്ധിച്ച് സരായ് കലേ ഖാൻ ചൗക്കിന് എന്ത് പേര് കൊടുത്തു? ബിർസ മുണ്ട ചൗക്ക് എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഡൽഹി സ്ഥിതി ചെയ്യുന്ന സരായ് കലേ ഖാൻ ചൗക്കിൻ്റെ പുതിയ പേരാണ് ഭഗവാൻ ബിർസ മുണ്ട ചൗക്ക് എന്ന് പറയുന്നത്. ഇനി ബിർസ മുണ്ട എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് നമ്മുടെ ജാർഖണ്ഡ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടാണ് ഇത് ബിർസ മുണ്ട എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പം ഭഗവാൻ ബിർസ മുണ്ട ചൗക്ക് ആണെങ്കിൽ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർത്തിരിക്കുക. ഇത് കണക്ട് ചെയ്ത് പറയുന്നത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഭഗവാൻ ബിർസ മുണ്ടയുടെ 150-ാം ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് എന്തെന്ന് കൊടുക്കുന്നത്? നമ്മൾ ഭഗവാൻ ബിർസ മുണ്ട ചൗക്ക് എന്ന് കൊടുക്കുന്നത്. ഇനി നോക്കിക്കേ, ന്യൂഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോഓപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് NIPCCD എന്ന് പറയുന്നത് ആരുടെ പേരിലാണ് റീനെയിം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാവിത്രിഭായ് ഫുലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് റീനെയിം ചെയ്തത്. അപ്പോൾ നമുക്ക് സാവിത്രിഭായ് ഫുലെ അറിയാരാണ്? നമ്മുടെ ജ്യോതിബറാവ് ഫുലെയുടെ ഭാര്യയാണ് ആര്? സാവിത്രിഭായ് ഫുലെ എന്ന് പറയുന്നത്. ജ്യോതിബറാവ് ഫുലെ ആരാണ്? സത്യശോധക് സമാജത്തിൻ്റെ സ്ഥാപകനാണ് ആര്? ജ്യോതിബറാവ് ഫുലെ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് സാവിത്രിഭായ് ഫുലെ. ആദ്യമായിട്ട് വനിതകൾക്ക് വേണ്ടിയിട്ട് കെയർ ഹോമൊക്കെ ആരംഭിച്ച ഒരു വനിതയാണ്. അതേപോലെ തന്നെ ആദ്യത്തെ അധ്യാപികമാരിൽ ഒരാളായിരുന്നു ആര്? സാവിത്രിഭായ് ഫുലെ എന്ന് അറിയപ്പെടുന്നത്. അപ്പം സാവിത്രിഭായ് ഫുലെ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെയിലാണ്. അപ്പോൾ സാവിത്രിഭായ് ഫുലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോഓപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ പേരാണ് സാവിത്രിഭായ് ഫുലെയുടെ പേരിലേക്ക് റീനെയിം ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻസ് ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പേരിലേക്കാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ത് ചെയ്തത്? സാവിത്രിഭായ് ഫുലെയുടെ പേരിലേക്ക് റീനെയിം ചെയ്തതെന്ന് ഓർത്തിരിക്കുക. അപ്പം സരായ് കലേ ഖാൻ ചൗക്ക് ആരുടെ പേരിലേക്കാണ് മാറിയത്? ഭഗവാൻ ബിർസ മുണ്ടയുടെ പേരിലേക്കാണ് മാറിയത്. ആ ചൗക്കിൻ്റെ പേരെന്താണ്? നമ്മുടെ ഭഗവാൻ ബിർസ മുണ്ട ചൗക്ക് എന്ന പേരിലേക്കാണ് മാറിയത്. അതേപോലെ തന്നെ NIPCCD ആരുടെ പേരിലാണ് റീനെയിം ചെയ്തത്? സാവിത്രിഭായ് ഫുലെയുടെ പേരിലാണ് റീനെയിം ചെയ്തതെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, അടുത്തത് നമ്മുടെ ഒരു ഡീർ പാർക്കാണ്. അതായത് ഒഡീഷയിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു ഡീർ ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ സെൻ്റർ ആണ്. എവിടെ സ്ഥിതി ചെയ്യുന്നു? ഒഡീഷ സംസ്ഥാനത്ത്. ഇപ്പോൾ ഇതിൻ്റെ പേര് മാറിയത് കൊണ്ട് തന്നെ ഇത് നമുക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കാം. അതായത് ഒഡീഷയിലെ സാമ്പൽപൂരിൽ സ്ഥിതി ചെയ്യുന്ന ഡീർ പാർക്കാണ്. ഇതിൻ്റെ പേര് മാറ്റിയത് സാമ്പൽപൂർ സൂ ആൻഡ് റെസ്ക്യൂ സെൻ്റർ എന്ന് പേര് മാറ്റി. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. അപ്പോൾ ഇങ്ങനൊരു പേരുമാറ്റം വന്നതുകൊണ്ട് തന്നെ ഇത് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം സാമ്പൽപൂർ സൂ ആൻഡ് റെസ്ക്യൂ സെൻറ്റർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഒഡീഷ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ നേരത്തെ പേരാണ് എന്താ? ഡീർ പാർക്ക് ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ സെൻറ്റർ എന്നുള്ള പേരാണ് എന്തെന്ന് മാറ്റിയത്? സാമ്പൽപൂർ സൂ ആൻഡ് റെസ്ക്യൂ സെൻറ്റർ എന്ന് മാറ്റിയത്. ഇനി നോക്കി, നമുക്ക് ജില്ലയുടെ പേര്, അതായത് മഹാരാഷ്ട്രയിലെ 3 ജില്ലകളുടെ പേര് മാറ്റിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഇത് 3 തന്നെ ഒരുമിച്ച് പറഞ്ഞത്. ഇത് 3 കേൾക്കുമ്പോൾ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണെന്ന് ഓർത്തിരിക്കണം. അതായത് അഹമ്മദ് നഗറിൻ്റെ പുതിയ പേരാണ് അഹല്യ നഗർ എന്ന് പറയുന്നത്. അഹമ്മദ് നഗറിൻ്റെ പുതിയ പേരാണ് അഹല്യ നഗർ. നമുക്കിത് കണക്ട് ചെയ്തിടാം, അഹമ്മദും അഹല്യയും അല്ലേ? അഹമ്മദും അഹല്യയും. അപ്പം ഈ അഹമ്മദ് നഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മുൻ ഭരണാധികാരിയുടെ സ്മരണാർത്ഥം ഇട്ടിരുന്ന പേരാണ് അഹമ്മദ് എന്നുള്ളത്. അഹല്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറാത്തി വംശത്തിലെ അല്ലെങ്കിൽ മറാത്ത സാമ്രാജ്യത്തിലെ ഒരു നമ്മുടെ ഒരു ഭരണാധികാരിയായിരുന്നു ആര്? അഹല്യാഭായ് ഖോൽക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അഹല്യാഭായ് ഖോൽക്കറുടെ സ്മരണാർത്ഥമാണ് അഹമ്മദ് നഗറിന്
അഹല്യാനഗർ എന്ന് പേര് നൽകിയത്. അപ്പം നമുക്ക് ഇങ്ങനെ ഈ ലെറ്റേഴ്സ് വെച്ചത് കണക്ട് ചെയ്തിടാൻ പറ്റും. രണ്ടും അഹ എന്നാണ് തുടങ്ങുന്നത്. അപ്പം അഹമ്മദ് നഗർ ആണെങ്കിൽ അഹല്യാനഗർ എന്ന പേര് മാറ്റിയിട്ടുണ്ട്. അഹമ്മദ് എന്നുള്ളത് നേരത്തെ ഭരണാധികാരിയുടെ പേരും ഇത് മറാത്ത സാമ്രാജ്യത്തിലെ ഒരു വനിതാ ഭരണാധികാരിയുടെ പേരുമാണ്. ആരാണ്? അഹല്യാഭായ് ഹോൾക്കർ എന്ന വനിതയുടെ പേരിലേക്കാണിത് റീനെയിം ചെയ്തത്. ഇനി നോക്കിയേ, ഔറംഗാബാദും ഛത്രപതി സാംഭാജി നഗറും. ഔറംഗാബാദ് എന്നുള്ള പേര് മാറ്റി എന്താണ്? ഛത്രപതി സാംഭാജി നഗർ എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്കറിയാം മറാത്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് ആര്? ശിവജി എന്ന് പറയുന്നത്. ശിവജിയുടെ പുത്രനാണ് ആര്? ഛത്രപതി സാംഭാജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാംഭാജി ഭരണകർത്താവായിരുന്ന കാലത്താണ് മുഗൾ സാമ്രാജ്യവും ഈ മറാത്ത സാമ്രാജ്യവും തമ്മിൽ ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടാകുന്നതും മറ്റുള്ളവർ ഒറ്റ കൊടുത്തതിൻ്റെ പേരിൽ സാംഭാജി എന്ത് ചെയ്യപ്പെടുന്നത്? മുഗളുകാരുടെ പിടിയിലാവുകയും ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പിടിയിലായ സാംഭാജിയെ വധിക്കാൻ ഉത്തരവിട്ട രാജാവാണ് ആര്? ഔറംഗസീബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കണക്ട് ചെയ്തിടാമല്ലോ. ഔറംഗസീബാണ് സാംഭാജിയെ വധിക്കാനായിട്ട് ഉത്തരവ് നൽകിയത്. അപ്പം അതുകൊണ്ട് തന്നെ എന്നല്ല, അപ്പം നമുക്ക് കണക്ട് ചെയ്തിടാം. ഔറംഗാബാദ് ഏത് പേരിലേക്ക് മാറി? ഛത്രപതി സാംഭാജി നഗറിലേക്ക് മാറി. ജില്ലയുടെ മാത്രമല്ല റെയിൽവേ സ്റ്റേഷൻ്റെ എയർപോർട്ടിൻ്റെ എല്ലാം പേര് ഈ ഒരു രീതിയിലേക്ക് തന്നെയാണ് മാറ്റിയിരിക്കുന്നത്. ഔറംഗാബാദ് എന്തിലേക്ക് മാറി? സാംഭാജി നഗറിലേക്ക് മാറി. ഇനി നോക്കിയേ, ഉസ്മാനാബാദ് എങ്ങനെയാണ് മാറിയത്? ധാരാശിവെന്ന് മാറി. ഉസ്മാനാബാദ് എങ്ങനെയാണ് മാറിയത്? ധാരാശിവെന്ന് മാറി. അപ്പോൾ ഈ ഉസ്മാനാബാദും അവിടുത്തെ ഭരണാധികാരിയുടെ പേരായിരുന്നു. ധാരാശിവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ചരിത്ര പ്രസിദ്ധമായ ഗുഹാ സമുച്ചയത്തിൻ്റെ പേരാണ് ധാരാശിവെന്ന് പറയുന്നത്. അപ്പം ഉസ്മാനാബാദ് എന്തായിട്ട് മാറി? ധാരാശിവായിട്ട് മാറി. നോക്കി, അഹമ്മദ് നഗർ നമുക്ക് അഹല്യാനഗറായിട്ട് കണക്ട് ചെയ്യാം. ഔറംഗാബാദ് നമുക്ക് അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതം വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഔറംഗാബാദും ഛത്രപതി സാംഭാജി നഗറും. നോക്കിയേ, പിന്നുള്ള ഒരെണ്ണം ഒസ്മാനാബാദാണ്. ഒസ്മാനാബാദ് എന്താണ്? അവിടെയുള്ളൊരു ഗുഹാ സമുച്ചയത്തിൻ്റെ പേരിലേക്കാണ് മാറ്റിയത്. അതിൻ്റെ പേരാണ് ധാരാശിവെന്ന് പറയുന്നത്. ഇത് മൂന്നും എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്ര സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ഇനി നോക്കിയേ, പേര് മാറ്റിയ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ഒന്നാണ് ബീഹാറിലെ ഭാഗൽപൂർ ജില്ലയിലുള്ള സുൽത്താൻഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ. അപ്പം നേരത്തെ ഇതിൻ്റെ പേര് സുൽത്താൻഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ പേര് അജഗൈബിനാഥ് ധാം എന്നാണ്. അജഗൈബിനാഥ് ധാം റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഈ സുൽത്താൻഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമാണ് അജഗൈബിനാഥ് ക്ഷേത്രം എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയുമ്പോൾ ശിവൻ്റെ കയ്യിലെ വില്ല് അല്ലെങ്കിൽ ശിവൻ്റെ കയ്യിലെ ആയുധത്തിന് പറയുന്ന പേരാണ് അജഗൈവ് എന്ന് പറയും. അപ്പം വിശ്വാസപ്രകാരം ഈ അജഗൈവ് ഇവിടെ ഉപേക്ഷിച്ചു എന്ന രീതിയിൽ വളരെയധികം പ്രശസ്തമായൊരു ക്ഷേത്രമാണ് അജഗൈബിനാഥ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ആണ് ഏറ്റവും അടുത്തായിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൂറിസം ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? സുൽത്താൻഗഞ്ച് എന്ന പേര് മാറ്റിയിട്ട് അജഗൈബിനാഥ് ധാം എന്ന് ഈ ഒരു റെയിൽവേ സ്റ്റേഷന് പേര് കൊടുത്തു. അപ്പോൾ ഓർത്തിരിക്കുക, സുൽത്താൻഗഞ്ച് എന്തായിട്ടാണ് മാറിയത്? അജഗൈബിനാഥ് ക്ഷേത്രമായിട്ടാണ് മാറിയത്. അജഗൈബിനാഥ് ധാം എന്നാണ് മാറിയത്. ഇത് ഗംഗാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്. തീരത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല, ശരിക്കും ഗംഗാനദിയിൽ ഒരു പാറയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സുൽത്താൻഗഞ്ച് എന്തായിട്ട് മാറി? അജഗൈബിനാഥ് ധാം എന്ന രീതിയിലാണ് ഇതിൻ്റെ പേര് മാറി. അജഗൈബിനാഥ് ധാം റെയിൽവേ സ്റ്റേഷൻ എന്ന പേരിലാണ് ഇതിൻ്റെ പേര് മാറിയത്. ഇനി നോക്കിക്കേ, കർണാടകയിലെ ഹുബ്ബള്ളി നമ്മൾ നേരത്തെ PSC പഠിക്കുന്നവർ പഠിച്ചിട്ടുള്ളതാണല്ലേ. കർണാടകയിലെ ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ, ഇതിൻ്റെ പേരെങ്ങനെയാണ് മാറിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഇതിൻ്റെ പേര് മാറിയത്. അതായത് അവിടുത്തെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു ആചാര്യം പോലെയുള്ള വ്യക്തിയാണ് സിദ്ധരൂഢ സ്വാമി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ മഠമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പേരിലേക്കാണ് ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ മാറിയത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം ഉള്ള റെയിൽവേ സ്റ്റേഷനാണ് കർണാടക സംസ്ഥാനത്തിലെ ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ. നിലവിൽ അറിയപ്പെടുന്നത് ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. ഏകദേശം 1.5 കിലോമീറ്ററോളം പ്ലാറ്റ്ഫോമിന് നീളമുള്ള ഈ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് ഇന്ത്യയിലുള്ളത് ഏതാണ്? അത് ഖരഗ്പൂറാണ്. മൂന്നാമതുള്ളത് നമ്മുടെ കേരളത്തിലെ കൊല്ലമാണ്. എന്ത് പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിൽ 3-ാം സ്ഥാനത്തുള്ളത് കൊല്ലമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ,
അപ്പോൾ ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനാണ്? കർണാടക സംസ്ഥാനത്തിലെയാണ്. നമുക്കിത് കണക്ട് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല, നമ്മൾ നേരത്തെ പഠിച്ചതായതുകൊണ്ട് നമുക്കത് ഓർത്തിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ സുൽത്താൻഗഞ്ച് ആണെങ്കിൽ എന്തെന്ന് അറിയപ്പെടുന്നത്? അജഗൈബിനാഥ് ധാം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നോക്കിക്കേ, ഇതിനകത്ത് വലിയ പാടൊന്നും നമുക്കില്ല ഇനി അങ്ങോട്ടുള്ളതിന്. അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ പേര് വന്നിട്ട് അയോധ്യ ജംഗ്ഷൻ എന്നായിരുന്നു പഴയ പേര്. ഉത്തർപ്രദേശിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പേര് മാറ്റിയത് അയോധ്യ ധാം ജംഗ്ഷൻ എന്നാണ് മാറ്റിയത്. അത് നമുക്ക് വലിയ കൺഫ്യൂഷനൊന്നും വരാത്തതാണ്. അയോധ്യ ജംഗ്ഷൻ എന്ന് പറയുന്നത് അയോധ്യ ധാം ജംഗ്ഷൻ എന്നാണ് പേര് മാറ്റിയത്. ഇനി നോക്കി, മഹാരാഷ്ട്രയിലെ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറ്റിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ എന്നാണ് മാറ്റിയത്. അതായത് മുംബൈ സെൻട്രലിൻ്റെ പേര് മാറ്റിയത് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പേര് മാറ്റി. അപ്പോൾ ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ മുംബൈയുടെ ആർക്കിടെക്ട് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ആര്? നമ്മുടെ നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ മുംബൈ സെൻട്രലിൻ്റെ പേര് നാനാ ജഗന്നാഥ് എന്ന് മാറ്റി. ഇനി നമുക്കിതൊരു സിനിമ വെച്ച് കണക്ട് ചെയ്തിടാമെങ്കിൽ നോക്കി, ആറാം തമ്പുരാൻ സിനിമയ്ക്ക് അത് ധാരാവി എന്ന് പറയുന്ന ചേരിയെക്കുറിച്ച് പറയാറുണ്ടല്ലേ. അപ്പോൾ ഈ ധാരാവി എന്ന് പറയുന്ന ചേരി എവിടെയാണ്? മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പറയുന്ന ആറാം തമ്പുരാനകത്തിന് മോഹൻലാലിൻ്റെ ക്യാരക്ടറിൻ്റെ പേരെന്താണ്? ജഗന്നാഥൻ എന്നാണ്. അപ്പം മുംബൈയിലെ ധാരാവിയെക്കുറിച്ചാണ് ആ സിനിമയിൽ പറയുന്നത്. അപ്പോൾ മുംബൈ സെൻട്രൽ അതിൻ്റെ പേര് എന്തിലേക്ക് മാറ്റി? ജഗന്നാഥ് എന്ന പേരിലേക്ക് മാറ്റി. അങ്ങനെ ഓർത്തിരിക്കുക. അപ്പം നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഏത് സ്റ്റേഷനാണ്? മുംബൈ സെൻട്രലാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, അതിൻ്റെ കൂടെ തന്നെ ഒരു 7ഓളം മറ്റു റെയിൽവേ സ്റ്റേഷൻ്റെ പേരുകളും കൂടി അവിടെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. അതായത് കോട്ടൺ ഗ്രീൻ എന്ന പേരിലുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറ്റി. അതിൻ്റെ പേരാണ് കാലാ ചൗക്കി എന്ന പേര്. അപ്പോൾ കോട്ടൺ ഗ്രീൻ റെയിൽവേ സ്റ്റേഷൻ്റെ പേരെങ്ങനെയാണ് മാറ്റിയത്? കാലാ ചൗക്കി എന്ന പേരിലേക്കാണ് മാറ്റിയത്. ഇത് നമുക്ക് ഓർത്തിരിക്കാം. അതായത് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കളറാണ് അല്ലേ. കോട്ടൺ ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കളറാണ്. ഇതിനകത്ത് കാലാ ചൗക്കി എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അപ്പോൾ ഹിന്ദിയിൽ കാല എന്ന് പറഞ്ഞാൽ എന്താണ്? കറുപ്പെന്നൊരു മീനിങ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ കോട്ടൺ ഗ്രീൻ ഒരു കളറിനെ കുറിച്ച് പറയുന്നു, ഇവിടെ കാലാ ചൗക്കി എന്ന് ഒരു കളറിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്തണം. കാര്യം ഇനി അങ്ങോട്ട് വരുമ്പം ഒരു 6 എണ്ണം കൂടി നമുക്ക് എക്സ്ട്രാ പഠിക്കാനുണ്ട്. അപ്പോൾ കോട്ടൺ ഗ്രീൻ എന്നത് കാലാ ചൗക്കി എന്ന നിലയിലേക്ക് പേര് മാറ്റം ചെയ്യപ്പെട്ടു. ഇനി നോക്കിക്കേ, അടുത്താണ് ചാർണി റോഡ്. ചാർണി റോഡ് റെയിൽവേ സ്റ്റേഷനാണ് ഗുർഗാവ് അല്ലെങ്കിൽ ഗുർഗാവോൺ എന്ന പേരിലേക്ക് മാറ്റിയത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതുവാണെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് ഇത് കണക്ട് ചെയ്യാം. ചാർണി എന്നുള്ളത് ഗിർഗാവ് എന്ന രീതിയിലേക്ക് പേര് മാറിയിട്ടുണ്ട്. ചാർണി എന്നുള്ളത് ഗിർഗാവ് അല്ലെ ഗിർഗാവോൺ എന്ന രീതിയിലേക്ക് പേര് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോക്യാർഡ് റോഡിൻ്റെ പേര് മാറിയേക്കുന്നത് മസ്ഗാവ് എന്നാണ്, അല്ലെ മസ്ഗോൺ എന്ന് വേണേലും പറയാം. മസ്ഗാവ് അല്ലെ മസ്ഗോൺ എന്ന രീതിയിൽ പേര് മാറിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഡോക്യാർഡ് റോഡ് റെയിൽവേ സ്റ്റേഷനാണ്. അടുത്ത നോക്കിക്കേ, കിങ്സ് സർക്കിൾ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറിയത് തീർത്ഥങ്കര പാർശ്വനാഥ് എന്ന പേരിലേക്കാണ്. അപ്പോൾ കിങ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു രാജാവിൻ്റെ റെപ്രസെൻറ്റേഷൻ വന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ പേര് മാറിയ ഈ തീർത്ഥങ്കര പാർശ്വനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജൈനിസത്തിലെ 23ാമത് തീർത്ഥങ്കരനാണ് തീർത്ഥങ്കര പാർശ്വനാഥ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാജാവിൻ്റെ പേരിൽ നിന്ന് ഇത് എന്തിലേക്ക് മാറിയെന്ന് ആലോചിക്കുക. ഒരു തീർത്ഥങ്കരൻ്റെ പേരിലേക്ക് മാറി എന്ന് ആലോചിക്കുക, നമുക്ക് കണക്ട് ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചാർണി ആണെങ്കിൽ ഏതാണ്? ഗിർഗാവോൺ ആണ്. ഡോക്യാർഡ് ആണെങ്കിൽ മസ്ഗാവ് ആണ്. അതേപോലെ തന്നെ കിങ്സ് ആണെങ്കിൽ എന്ത്? രാജാവിൻ്റെ ഇതിൽ നിന്ന് പേര് മാറി എന്തിലേക്ക് മാറി? ഒരു തീർത്ഥങ്കരൻ്റെ പേരിലേക്ക് മാറിയെന്ന് ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ പേരാണ് തീർത്ഥങ്കര പാർശ്വനാഥ്. ഇനി നോക്കി, കറി റോഡ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ കറി എന്ന് എഴുതുമ്പോൾ, കറി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് വെച്ചുകൊണ്ട് പോകുന്നത്? ബാഗിലാണ് അല്ലേ. കറിയൊക്കെ നമ്മൾ ബാഗിൽ വെച്ചുകൊണ്ടല്ലേ പോകണേ. അപ്പം കറി റോഡ് റെയിൽവേ സ്റ്റേഷൻ ഏത് പേരിലേക്കാണ് മാറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാൽബാഗ് റെയിൽവേ സ്റ്റേഷൻ എന്ന പേര് മാറിയത് ഏത് റെയിൽവേ സ്റ്റേഷനെയാണ്? കറി റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് ലാൽബാഗ് റെയിൽവേ സ്റ്റേഷൻ എന്ന് മാറിയത്. ഇനി നോക്കി, സാൻഹേസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് ഡോഗ്രി എന്ന് പേര് മാറിയത്. സാൻഹേസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ പേര് എന്തെന്നാണ് മാറിയത്? ഡോഗ്രി എന്നാണ് പേര് മാറിയത്. ഇനി നോക്കി, മറൈൻ ലൈനിൻ്റെ പേര് മാറിയത് മുംബാദേവി എന്ന്. ഇത് 2 എമ്മിലാണല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. മറൈൻ ലൈൻ എന്തായിട്ട് മാറി? മുംബാദേവിയായിട്ട് മാറി. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ഇതെല്ലാം മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനുകളാണ്. അപ്പം
മറൈൻ ലൈൻ ആണെങ്കിൽ ഏത് മുംബാദേവി എന്ന് പേര് മാറിയെന്ന് ഓർത്തിരിക്കുക. നോക്കിയേ, കറി റോഡാണെങ്കിൽ ലാൽബാഗ് ആണ്. ഇനി നോക്കിക്കേ, അടുത്തത് വിമാനത്താവളമാണ്. നമ്മുടെ ചണ്ഡീഗഡ് വിമാനത്താവളത്തിൻ്റെ പേര് മാറിയത് എങ്ങനെയാണ്? ഷഹീദ് ഭഗത് സിംഗ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് എന്തിൻ്റെ പേര് മാറിയത്? ചണ്ഡീഗഡ് വിമാനത്താവളത്തിൻ്റെ പേര് മാറിയത്. അപ്പോൾ ചണ്ഡീഗഡ് വിമാനത്താവളം ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ പഞ്ചാബ് ആ ഒരു ഏരിയയിലാണ്, പഞ്ചാബിനോട് അടുത്താണ്. അപ്പോൾ ചണ്ഡീഗഡ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പഞ്ചാബിനോട് അടുത്താണ്. അപ്പോൾ നോക്കി, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്തിടാൻ പറ്റുമല്ലോ. ഷഹീദ് ഭഗത് സിംഗ് ഏത് നാട്ടുകാരനാണ്? ഭഗത് സിംഗ് ഒരു പഞ്ചാബിയാണ്. അപ്പോൾ ഷഹീദ് ഭഗത് സിംഗ് ഇൻ്റർനാഷണൽ വിമാനത്താവളം എന്നറിയപ്പെടുന്ന വിമാനത്താവളം ഏതാണ്? അത് ചണ്ഡീഗഡ് വിമാനത്താവളമാണെന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നോക്കിയേ, അടുത്തത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഔറംഗാബാദ് എന്നുള്ളതൊക്കെ എന്തായിട്ടാണ് മാറിയത്? ഛത്രപതി സാംഭാജി എന്നാണ് മാറിയത്. അപ്പോൾ അതിൻ്റെ പേര് ഛത്രപതി സാംഭാജി മഹാരാജ് വിമാനത്താവളം എന്ന് മാറിയത് ഏതാണ്? മഹാരാഷ്ട്രയിലെ ഔറംഗാബാദാണ്. എന്ന് നോക്കി, മഹാരാഷ്ട്രയിലെ പൂന വിമാനത്താവളത്തിൻ്റെ പേര് മാറിയത് ജഗദ്ഗുരു സന്ത് തുക്കാറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭക്തി പ്രസ്ഥാനത്തിനകത്തൊക്കെ ഉള്ള ഒരു സെയിൻ്റ് ആയിരുന്നു, ഒരു സന്യാസിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് മഹാരാഷ്ട്രയിലെ പൂനെ വിമാനത്താവളം റീനെയിം ചെയ്തത് ജഗദ്ഗുരു സന്ത് തുക്കാറാം വിമാനത്താവളം എന്നാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാം. അപ്പോൾ നോക്കിക്കേ, ചണ്ഡീഗഡ് ആണെങ്കിൽ നമുക്ക് അതിനെ പഞ്ചാബുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഭഗത് സിംഗിൻ്റെ പേരുമായിട്ട് റിലേറ്റ് ചെയ്ത് വെക്കാം. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ആണെങ്കിൽ സംഭാജിയുമായിട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ച് കണക്ട് ചെയ്യാം. ഇനി പൂനെ ആണെങ്കിൽ നമ്മൾ ഭക്തി പ്രസ്ഥാനം എന്ന് ഓർത്തിരിക്കുക. ഭക്തി പ്രസ്ഥാനം ആകുമ്പോൾ അതൊരു ഗുരുവിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ പേരാണ് സന്ത് തുക്കാറാം, ജഗദ്ഗുരു സന്ത് തുക്കാറാം വിമാനത്താവളം എന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, അടുത്തത് ഉത്തർപ്രദേശിലെ അയോധ്യ എയർപോർട്ടിൻ്റെ പേര് മാറിയത് എങ്ങനെയാണ്? ഇന്നത്തെ കുറച്ചൊക്കെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ളതായിരിക്കും. അയോധ്യ എയർപോർട്ടിൻ്റെ പേര് മാറിയത് മഹർഷി വാൽമീകി എയർപോർട്ട് എന്ന പേര് മാറിയത് ഉത്തർപ്രദേശിലെ അയോധ്യ എയർപോർട്ടിനെയാണ്. എന്താണ്? മഹർഷി വാൽമീകി എയർപോർട്ട് എന്ന് ഉള്ള പേര് മാറിയത് ഏത് എയർപോർട്ടിനെയാണ്? അയോധ്യ എയർപോർട്ടിൻ്റെയാണ്. അടുത്തത് മഹാരാഷ്ട്രയിലെ കോലാപൂർ എയർപോർട്ട്. ഇത് ആരുടെ പേരിലേക്കാണ് റീനെയിം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാറാം മഹാരാജ് എയർപോർട്ട് എന്ന് റീനെയിം ചെയ്തത് ഏതാണ്? നമ്മുടെ കോലാപൂർ എയർപോർട്ടാണ്. സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്ത്? മഹാരാഷ്ട്രയിലാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ രാജാറാം മഹാരാജ് എയർപോർട്ട് എന്ന പേരിലേക്ക് മാറിയത്. അപ്പോൾ രാജാറാം മോഹൻ റോയ് ആ പേരൊക്കെ ഓപ്ഷനിലുണ്ടാവും, നോക്കിക്കോളാം. രാജാറാം മഹാരാജ് എയർപോർട്ട് എന്ന പേരിൽ റീനെയിം ചെയ്ത് കോലാപൂർ എയർപോർട്ടാണെന്ന് ഓർത്തിരിക്കാം. അതേപോലെ തന്നെ മണിപ്പൂരിലെ എയർപോർട്ടാണ് ഇംഫാൽ വിമാനത്താവളം. ഇംഫാൽ നമുക്കറിയാം അല്ലേ, ഇംഫാൽ മണിപ്പൂരിലാണ്. ഇത് ആരുടെ പേരിലാണ് റീനെയിം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിർ തെഗ്രജിത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് പേര് മാറിയത്. അപ്പോൾ ഇദ്ദേഹം അവിടുത്തെ രാജകുമാരനായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് യുദ്ധം ചെയ്തതുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ച് പരസ്യമായിട്ട് അവിടെ വെച്ച് തൂക്കിലേറ്റപ്പെട്ട അവരുടെ രാജകുമാരനാണ് ബിർ തെഗന്ദ്രജിത്ത് എന്ന് പറയുന്ന വ്യക്തി. അപ്പം ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് എന്തറിയപ്പെടുന്നത്? ഇംഫാൽ, മണിപ്പൂരിലെ ഇംഫാൽ വിമാനത്താവളം റീനെയിം ചെയ്തിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഇത് നമ്മുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. അതായത് ഉത്തർപ്രദേശിലെ മുസ്തഫാബാദിൻ്റെ പേര് മാറ്റിയത് എന്തായിട്ടാണെന്ന് ചോദിച്ചാൽ കബീർ ധാം എന്ന പേരിലാണ്. അപ്പോൾ ഈ കബീർ ധാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സന്യാസിയാണ്. സന്ത് കബീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഉത്തർപ്രദേശിലെ മുസ്തഫാബാദിന് എന്ത് പേര് കൊടുത്തത്? കബീർ ധാം എന്ന പേര് കൊടുത്തത്. കബീർ ധാം എന്ന പേര് കൊടുത്തത് ആരുടെ സ്മരണാർത്ഥമാണ്? സന്ത് കബീറിൻ്റെ സ്മരണാർത്ഥമാണ്. സന്ത് കബീറിൻ്റെ സ്മരണാർത്ഥമാണ് കബീർ ധാം എന്ന ഈ ഒരു നഗരത്തിന് പേര് കൊടുത്തത്. ഏത് സ്ഥലത്തിൻ്റെ പേരാണ് മാറിയെന്ന് ചോദിച്ചാൽ മുസ്തഫാബാദാണ് കബീർ ധാമായിട്ട് മാറിയത്. ഇനി നോക്കിക്കേ, അടുത്തത് ഉത്തർപ്രദേശ് തന്നെ ജലാലാബാദിൻ്റെ പേര് മാറി. ജലാലാബാദിൻ്റെ പേര് മാറി. അതെന്താണ്? പരശുരാമപുരി എന്നാണ് അതിൻ്റെ പേര്. അതായത് ഇത് പരശുരാമൻ്റെ ജന്മദേശമാണ് എന്ന വാദത്തോടു കൂടിയാണ് ജലാലാബാദിൻ്റെ പേരെന്ത്? പരശുരാമപുരി എന്ന് മാറിയത്. അപ്പോൾ
പരശുരാമപുരി എന്ന പേര് ഏത് സ്ഥലത്തിൻ്റെ പേരാണ്? പുതിയ പേരാണ് ജലാലാബാദിൻ്റെ പുതിയ പേരാണ്. അടുത്തത് മഹാരാഷ്ട്രയിലെ തന്നെ ഒരു പേരുമാറ്റമാണ്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പേരുമാറ്റം. അതായത് ഇസ്ലാംപൂരിനെ പേര് മാറ്റിയത് ഈശ്വർപൂർ എന്നാണ്. അത് നമുക്ക് കണക്ട് ചെയ്തിടാൻ എളുപ്പമാണ്. ഇസ്ലാംപൂർ ഈയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായിട്ട് മാറി? ഈശ്വർപൂരായിട്ട് മാറി. അപ്പോൾ ഇത് മഹാരാഷ്ട്രയിലാണ്. ഇസ്ലാംപൂർ എന്തായിട്ട് മാറി? ഈശ്വർപൂരായിട്ട് മാറി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പേരുമാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് വൺ വേർഡ് ചോദ്യങ്ങൾ ആണ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. ജസ്റ്റ് നമ്മൾ കണക്ട് ചെയ്യുന്ന രീതിയിലൊന്ന് കണക്ട് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.